സനാതന സുദർശനം ചാനൽ. ഞാൻ ഹരിലാൽ രാജൻ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും അമർത്തുക. ശ്രീ നാരായണ ഗുരുസ്വാമികളാൽ വിരചിതമായ ദർശനമാല എന്ന അമൂല്യ കൃതിയാണിത്. ജ്ഞാനജിജ്ഞാസുക്കളായ വേദാന്തികൾക്ക് ബ്രഹ്മവിദ്യയ്ക്ക് സഹായകരമാകുന്ന ഒരു മഹത് ഗ്രന്ഥമാണിത്. വ്യാഖ്യാനം രചിച്ചിരിക്കുന്നത് നടരാജഗുരുവിൻ്റെയും നിത്യചൈതന്യയതിയുടെയും ശിഷ്യനായ സ്വാമി മുനിനാരായണ പ്രസാദാണ്. ഈ അദ്വൈത വേദാന്ത ഗ്രന്ഥം നാരായണ ഗുരു രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. ഉപനിഷത്തും ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളും പഠിച്ചിട്ടുള്ളവർക്ക് ഇതിലെ അമൂല്യമായിട്ടുള്ള തത്വങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നാരായണ ഗുരുവിൻ്റെ കൃതികളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബൃഹത് കൃതിയാണ് ദർശനമാല. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം പോലെ ഇതും ഒരു ദാർശനിക കൃതിയാണ്. ഇതിലെ വിഷയം വേദത്തിലെ ജ്ഞാനകാന്ഡം, ബ്രഹ്മവിദ്യ, അദ്വൈതം എന്നിവയാണ്. ഉപനിഷത്ത് ശങ്കരകൃതികളെപ്പോലെ ഗുരുവും ഈ കൃതിയിൽ അദ്വൈതം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ശങ്കരൻ്റെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ദ്വൈതക്കാർക്കും അദ്വൈതക്കാർക്കും വിശിഷ്ടാദ്വൈതക്കാർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആത്മവിദ്യയെ ഇതിൽ ചർച്ച ചെയ്യുന്നു. അത് ഗുരുവിൻ്റെ ഒരു അപാരമായ കഴിവ് തന്നെയാണ്. ഗുരുവിൻ്റെ ജീവിതാവസാന കാലത്ത് ശിഷ്യനായ വിദ്യാനന്ദ സ്വാമികളുടെ അപേക്ഷയെ മാനിച്ചാണ് ഗുരു ഈ ദർശനമാല എന്ന അമൂല്യ കൃതി രചിച്ചിട്ടുള്ളത്. ഗുരു നിത്യചൈതന്യയതി ഈ ഗ്രന്ഥം ദി സൈക്കോളജി ഓഫ് ദർശനമാല എന്ന പേരിൽ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. സത്യം, അതായത് ബ്രഹ്മം ഒന്നേയുള്ളൂ, എന്നാൽ അതിനെ പല വീക്ഷണകോണുകളിൽ നിന്നും വീക്ഷിക്കുമ്പോൾ പലതായിട്ട് തോന്നുന്നു. ഗുരു അദ്വൈതവാദിയല്ല, അദ്വൈതത്തെ സ്ഥാപിച്ചിട്ടുമില്ല, എന്നാൽ ഒരു ജ്ഞാനിയായ അദ്വൈതിയുമാണ് ഗുരു. മനസ്സിലാക്കുക, അദ്വൈത ജ്ഞാന തത്വങ്ങളെ 10 തരം ദർശനങ്ങളിലൂടെ ഗുരു ഈ കൃതിയിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യാരോപ ദർശനം, അപവാദ ദർശനം, അസത്യദർശനം, മായാദർശനം, ബാണദർശനം, കർമ്മദർശനം, ജ്ഞാനദർശനം, ഭക്തിദർശനം, യോഗദർശനം, നിർവാണ ദർശനം എന്നിങ്ങനെ 10 ദർശനങ്ങളിലൂടെ ഗുരു ആ അദ്വൈത ചിന്താധാരയെ അവതരിപ്പിക്കുകയാണ്. അതാണ് ഗുരു ഇവിടെ പറയുന്നത്. ബ്രഹ്മം ഒന്നേ ഉള്ളൂ, സത്യം ഒന്നേ ഉള്ളൂ. ആ അദ്വൈത സത്യത്തെ പല വീക്ഷണകോണുകളിൽ നിന്നും വീക്ഷിച്ച് അത് മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും വായിച്ചിരിക്കേണ്ട അമൂല്യ കൃതി.